എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കണ്ടാലോ? ഞാനിന്നേ ഹെന്ന ചെയ്യുന്നതിനെ പറ്റിയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനത് ഹെന്ന എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ ആയിട്ട് ഹെന്ന കറക്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്നും എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും അതിൻ്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാറുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഹെന്ന ചെയ്യുന്ന അറിയുന്ന ഒരു കാര്യമാണെങ്കിലും ചില ആൾക്കാരൊക്കെ അത് ചെയ്തിട്ട് കറക്റ്റ് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ ഒരു 8 മണിക്കൂർ മുന്നേ അധികവും തലേന്നാണ് ചെയ്തു വെക്കാറ്. കാപ്പിപ്പൊടിയും ചായപ്പൊടിയും കൂടെ വെള്ളത്തിലിട്ട് ഒരുപോലെ തിളപ്പിച്ച് ആ ഒരു വെള്ളമാണ് ഈ ഹെന്ന പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അത് ലൂസായി പോകരുത് കേട്ടോ. അങ്ങനെ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ രാവിലെ വരെ ഞാനത് മൂടി വെക്കും. അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് വെക്കേണ്ടത്, എന്നാലാണ് നല്ല കളർ കിട്ടുക. ഇരുമ്പിൻ്റെ ആണിയും കൂടി ഇട്ട് വെക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു മുട്ട, തൈര്, നാരങ്ങ നീര് ഇതൊക്കെ മിക്സ് ആക്കുന്നുണ്ട്. അപ്പം മുട്ട ആ ഒരു മോയ്സ്ചറൈസിങ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, തൈരും ഒരു സിൽക്കിനെസ്സും ആ ഒരു കണ്ടീഷണറിങ് ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നാരങ്ങ നീര് താരം പോകാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യേ. പിന്നെ ഇതിൽ നെല്ലിക്കാപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ വീട്ടിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കയ്യിലൊന്നും ആവാണ്ട് ശ്രദ്ധിക്കുക. പാർലറിലൊക്കെ ആകുമ്പോൾ നമ്മൾ തന്നെ ഗ്ലൗസ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പം നമ്മൾ സെക്ഷൻ എടുത്തിട്ട് വേണം ചെയ്യാൻ. ചെറിയ സെക്ഷൻ എടുത്തിട്ട് ചെയ്യുമ്പം കറക്റ്റ് അത് സ്കാൽപ്പിലേക്കും പിന്നെ ഓരോ മുടിയിഴകളിലും കറക്റ്റ് ആവണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മുടിക്ക് കളർ ഉണ്ടാവുക എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഇതിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മളെ മുടിയിലെ താരനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഹെന്ന ട്രീറ്റ്മെൻറ്റ്. അത് മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും അതുപോലെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ടും ബേബി ഹെയർസ് വരാനും അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു ഹെന്ന ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഇത് തണുപ്പായതുകൊണ്ട് തന്നെ നല്ലൊരു റിലാക്സിനേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നരച്ച മുടിയുള്ളവർ മാത്രമല്ല എല്ലാവർക്കും ഈ ഒരു ഹെന്ന ട്രീറ്റ്മെൻറ്റ് കെമിക്കൽ ഫ്രീ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ മാസവും ഒരു പ്രാവശ്യം ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നീരിറക്കമുള്ളവർ ശ്രദ്ധിക്കണം, ഇത് ഒരുപാട് ടൈം വെക്കണ്ട. ശ്വാസം മുട്ടൽ, അലർജി, നീരിറക്കമുള്ളവരൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം വെച്ചാൽ മതിയേ. ഇത് ഏകദേശം ഒരു 45 മിനിറ്റൊക്കെ കറക്റ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നീരിറക്കമുള്ളവർ അത്രയും നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സെക്ഷൻ എടുത്ത് ഓരോ മുടിയിഴയിലും നന്നായിട്ട് ഹെന്ന ഇങ്ങനെ തേച്ച് മറ്റേ മുടിയിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് റൗണ്ടിലിതാക്കി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നല്ല ടൈം എടുക്കുന്ന ഒരു പണി തന്നെയാണ് കേട്ടോ ഈ ഹെന്ന. നല്ല ഹെയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കുക. അങ്ങനെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കണേ. അങ്ങനെ ഓരോ മുടിയെടുത്ത് നമ്മൾ ചെയ്ത് അവസാനം അങ്ങനെ ഏകദേശം ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊരു 45 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ചേച്ചീൻ്റെ നരച്ച മുടി ആയതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നരച്ച മുടി അല്ലെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് വാഷ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു കളർ ചേഞ്ചാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. നല്ല രീതിയിൽ ഈ ഒരു കളർ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാനാവുന്നില്ല കേട്ടോ. അപ്പോൾ കറുത്ത മുടി വേറെ തന്നെ അവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിത് ബ്ലാക്ക് കളർ ആക്കണമെങ്കിൽ ഇതിന് പിറ്റേ ദിവസം നീലാംബരി പൗഡറും കൂടെ യൂസ് ചെയ്താൽ മതിയേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. താങ്ക് യു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം കേട്ടോ.